അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും നമുക്കൊരു പാർഷ്യലായിട്ട് നമുക്കൊരു എന്താണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരി ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്താണ് ഇത് ഫിൻ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴാണ് ഇപ്പൊ പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്താ, നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും, പെട്ടെന്ന് നാളെ രാവിലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ പ്രിന്റ് ആയി ക്ലോസ് ആയിട്ടില്ല, പ്രിന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇന്ന് ബെയറിഷ് ഷോർട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കും. എന്നാൽ ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ അത് സിങ്ക് ബാക്ക് ചെയ്ത് നമ്പറിൽ ഒരു ബുള്ളി സൈഡിലേക്ക് ഇത് പോവുകയും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. Hey all, this is Bharat here, your coach, your mentor, your trainer in trading. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും പ്രിയാംബോസിലേക്ക് വന്നിട്ടുള്ളത്. ബട്ട് ഇതൊരു സൂപ്പർബായിട്ട് നമ്മൾ ഇന്ന് ഫുൾ മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി യുദ്ധത്തിൻ്റെ കാര്യത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു അൺസർട്ടനിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ അൺസർട്ടനിറ്റി ഉള്ള ടൈമുകളിൽ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം സൂക്ഷിക്കേണ്ടതാണ്. ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്, ഈ മാസം ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഒന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ ഇതല്ല നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ, ഇറ്റ്സ് ഓൾ ഗുഡ്. നമുക്ക് എങ്ങനെ എന്ത് മാർക്കറ്റിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് നേരെ ഇത് പോവുകയായിരുന്നു. ഇന്നാണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അത്രയ്ക്ക് വലിയ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഇല്ല പ്രശ്നങ്ങളായിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ തന്നെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് അത്യാവശ്യം ഫുൾ ഏതൊരു ചാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ലൊരു വ്യൂ നമുക്ക് എപ്പോഴും എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താ നല്ലൊരു ഫോൾ വന്നിട്ട് തിരിച്ച് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വ്യൂ. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഡെയിലി ടൈം ഫ്രെയിം വരെ നിങ്ങൾ വലിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1 അവറിലേക്ക് വന്നപ്പോൾ എന്താ, ഇത് ഒരു ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ വേറൊരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്ത്. ഇതാണ് കറന്റ് സ്റ്റാറ്റസ് ഇല്ലേ സ്റ്റുഡൻസ്? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിത് നല്ല വൃത്തിക്ക് നമ്മളിത് പഠിച്ചിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ മൂവ് ചെയ്തേക്കുന്നത്. ഇതിലെ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെയാണ് നമുക്കിവിടെ റെസ്പോണ്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് സെർട്ടൈൻ ഈ ഒരു ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ഹൈയെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. എത്രയാണ്? 24,600 റേഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നാളെ നമ്മളിനി ബുള്ളിഷ് ആകണമെന്നുണ്ടെങ്കിൽ 24,600 മുകളിൽ മാർക്കറ്റ് വന്നാലേ നമ്മൾ ബുള്ളിഷ് ആവുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആവുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അത് ബുള്ളിഷ് ആകുകയാണെങ്കിൽ എവിടം വരെ പോകാൻ പറ്റും? തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ലെവൽ നമുക്കൊന്ന് നോക്കാമല്ലോ, 24,852. അതിനെ ഒന്ന് നമുക്ക് ആവറേജ് ചെയ്തുകൊണ്ട് 24,850 നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത്? ഈ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ 24,983 വരെ നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട് നിഫ്റ്റിയുടെ കേസിൽ, ബുള്ളി സൈഡിലേക്കാണെങ്കിൽ. അതേസമയം നമ്മൾ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ കാണാമല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ഏത് ചാർട്ട് പാറ്റേൺ ആണ് എന്നുള്ളത്. ഏതായിരിക്കാം? സിയ, ഇത് ഒരു പ്രോപ്പർ ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ തന്നെ നമുക്കിവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർ ഹെഡ് ആൻഡ് ഷോൾഡറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കാം വരിക? ദേ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ പോലെ ഇന്ന് കാണിച്ചിട്ടുണ്ട്. യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറേ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പം ഇത് ബെയറിഷിലേക്ക് പോകാൻ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നമ്മൾ നാളെ എന്താ ചെയ്യേണ്ടത്? നാളെ ഇപ്പോൾ ഇവിടുന്ന് വരികയാണ്. ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന് വെച്ചാൽ മാർക്കറ്റ് 3 രീതിയിൽ ഓപ്പൺ ആകാൻ പറ്റും. ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ മെയിൻലി ഇല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈവൻ ഗ്യാപ്പ് ഡൗണിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്മോൾ ഗ്യാപ്പ് ഡൗണും ഉണ്ട്, ബിഗ് ഗ്യാപ്പ് ഡൗണും വരാം, പിന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ബെയറി സൈഡിലേക്കാണെങ്കിൽ എന്തൊക്കെ വരാം? ഫ്ലാറ്റ് ഓപ്പണിംഗ് വരാം, ബിഗ് ഗ്യാപ്പ് ഡൗൺ ആൻഡ് സ്മോൾ ഗ്യാപ്പ് ഡൗൺ. ഈ 3 കണ്ടീഷൻസ് വരാം. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 24,367, അതായത് നമുക്കൊരു 24,350യുടെ സ്ട്രൈക്ക് പ്രൈസിൽ നമുക്ക് PE ബൈ ചെയ്യാവുന്നതാണ്.
ചെയ്യുന്നതാണ്. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം? നമുക്ക് നിയറസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് 24,392 കൺസിഡർ ചെയ്യാം. അതായത് ഈ ക്യാൻഡലിന്റെ ഹൈ, അതല്ലെങ്കിൽ ഏറ്റവും സ്റ്റോപ്പ് ലോസ് ആയിട്ട് ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 24,460 റേഞ്ചിൽ നമുക്കൊന്ന് അതിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴും റിസ്ക് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വീഴുകയാണെങ്കിൽ നമുക്ക് എവിടം വരെ വീഴാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്? സീതേ ഇവിടുന്ന് എടുക്കുന്നു, ഈ ഹൈയിൽ നിന്ന് ഈ ലോ വരെ നമുക്ക് നോക്കാം. ബ്രേക്ക് ഡൗൺ ചെയ്ത സ്ഥലം സൂപ്പർബ് ആയിട്ടുള്ള ഒരു മേജർ സപ്പോർട്ട് തന്നെയാണ്. സോ നാളെ ബ്രേക്ക് ഡൗൺ ആകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടം വരെ, അതായത് 24,115 വരെ വരാനായിട്ടുള്ള നല്ല പ്രോബബിലിറ്റി ഉണ്ട്. ബെയറിഷ് സൈഡിലേക്കാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടം വരെ നാളെ നിഫ്റ്റിയെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ബുള്ളി സൈഡിലേക്കാണെങ്കിലോ എവിടുന്നാണ്? 24,600 മുകളിലായിരിക്കും നമ്മുടെ ബുള്ളിഷ് വ്യൂവും, 24,852ഉം 24,983ഉം നമ്മളുടെ ടാർഗറ്റ് ലെവൽസ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ചാർട്ട് നേരെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. താഴെ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ജോയിൻ ചെയ്തോ. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ബാങ്കിലേക്ക് വരികയാണ്. ബാങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഓൾമോസ്റ്റ് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. 200 EMA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് EMA എന്ന് പറയുന്നത് 200 തന്നെയാണ്. ബട്ട് നമ്മളിപ്പം ഇൻട്രാഡേയെ പറ്റിയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് നമുക്ക് 50 EMA ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ 50 EMA ക്രോസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? 50 EMA ക്രോസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഇവിടെ 15 മിനിറ്റിൽ ആൻഡ് 1 അവറിൽ നമുക്ക് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല എന്ന റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാങ്കിൽ നാളെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുള്ളി സൈഡിലേക്കാണെങ്കിൽ 57,450ക്ക് മുകളിലാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അവിടെ ഒരു പ്രോബബിലിറ്റി ഉള്ളത് മാർക്കറ്റ് ബുള്ളി സൈഡിലേക്ക് പോകാനായിട്ട്. പോവുകയാണെങ്കിൽ തന്നെ എന്താ 57,700 തന്നെ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. വളരെ സിമ്പിളാണ്. സിയർ പ്രൈസ് ആക്ഷൻ്റെ വളരെ ബേസിക്സ് വെച്ച് തന്നെ നമുക്ക് ക്യാൻഡിൽസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. 57,700 വരെ നമുക്ക് നാളെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ബെയറിഷ് സൈഡിലേക്കാണെങ്കിലോ നിഫ്റ്റി ബെയറിഷിലേക്കും നിഫ്റ്റി ബാങ്ക് ബുള്ളിഷിലേക്കും എന്തായാലും പോകാനായിട്ട് പ്രോബബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 56,000 ലെറ്റ്സ് സേ 57,000 താഴെ മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ എടുക്കുകയാണെങ്കിലോ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ട്. ഏതായിരിക്കും ഇവിടെ കാണുന്ന ചാർട്ട് പാറ്റേൺ? ഡബിൾ ടോപ്പ്. അപ്പോൾ ഡബിൾ ടോപ്പിൻ്റെ ടാർഗറ്റ് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഇവിടം വരെ വന്നു, ഈ ഹൈയിൽ നിന്ന് ഇവിടം വരെ നമ്മൾ എടുത്തു ഇല്ലേ? എന്നിട്ടോ ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കി. ഇതും നല്ല സപ്പോർട്ടാണ്. അതായത് നല്ലൊരു ലെവലാണ്. 56,562 ഓൾമോസ്റ്റ് 400 തൊട്ട് 500 പോയിന്റ്സ് വരെ മാർക്കറ്റ് വീഴാൻ പ്രോബബിലിറ്റി ഉണ്ട് നാളെ. അപ്പം നോക്കാം, യുദ്ധമോ കാര്യങ്ങളുടെയൊക്കെ ബേസ് തന്നെ ആയിരിക്കും. നാളെ എന്തെങ്കിലും ന്യൂസ് വരാം. മാർക്കറ്റ് ന്യൂസ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം അറിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി ബാങ്കിന് ഒരു ബെയറിഷ് വ്യൂ ആയിട്ട് നമുക്ക് കീപ്പപ്പ് ചെയ്യാം. നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും ഈ പറയുന്നതൊക്കെ ഒരു ന്യൂട്രൽ രീതിയിലാണ് നിൽക്കുന്നത്. ബുള്ളിഷിലേക്ക് പോയാൽ എവിടം വരെ പോകുമെന്നും ബെയറിഷിലേക്ക് പോയാൽ എവിടം വരെ പോകുമെന്നും നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് സൈഡിലേക്ക് നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്. ഇപ്പം പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്താ, നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും. പെട്ടെന്ന് നാളെ രാവിലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ പ്രിൻ്റായി ക്ലോസ് ആയിട്ടില്ല, പ്രിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇന്ന് ബെയറിഷായി ഷോർട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കും. എന്നാൽ ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ അത് സിങ്ക് ബാക്ക് ചെയ്ത് നമ്പറിൽ ഒരു ബുള്ളി സൈഡിലേക്ക് ഇത് പോവുകയും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ലൊരു വ്യൂ ഉള്ളത് നല്ലതായിരിക്കും. മാർക്കറ്റിനെ പറ്റി നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കുന്നത് നമുക്കത് ഏത് രീതിയിലേക്ക് നമ്മളുടെ ബയാസ്, അതായത് ബുള്ളി സൈഡിലേക്കാണോ ബെയറിഷ് സൈഡിലേക്കാണോ എന്നുള്ളൊരു ബയാസ് നമ്മളെ ഫിക്സ് ചെയ്യാനായിട്ട് ഇത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും നമുക്കൊരു പാർഷ്യലായിട്ട് നമുക്കൊരു ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരി ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് ഫിൻ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴാണ്. നിഫ്റ്റി ബാങ്കും ബുള്ളിഷ് ആയിട്ട് ഇല്ലെങ്കിൽ ഫിന്ന് മാത്രം താഴെ വീഴുമോ? ഇല്ല. ഇല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ബെയറിഷ് ആയിട്ട് ഫിന്ന് മാത്രം താഴെ വീഴാതിരിക്കുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് കോറിലേഷനിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫിന്ന് വീഴാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. എന്തായാലും 26,000
392, ലെറ്റ്സ് സേ 26,400 വരെ നമുക്ക് ഈസി ടച്ച് എക്സ്പെക്ട് ചെയ്യാം. ഇനിയും അതല്ല നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ടാർഗറ്റ് ആയിട്ട് എടുക്കാനായിട്ടാണെങ്കിലോ ഓൾമോസ്റ്റ് ഈ റേഞ്ച് വരെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ബ്രേക്ക് ഡൗണെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് 26,315 ഒരു സേഫ് ടാർഗറ്റ് ആയിട്ട് ബെയറി സൈഡിലേക്ക് വെക്കാം. ബുള്ളി സൈഡിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ലെറ്റ്സ് സേ 26,890ക്ക് മുകളിൽ വന്നാലേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ. അത് 27,300 വരെ പോകാൻ പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പം ഈ മൂന്നെണ്ണം അനലൈസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നത് ഇത് ബെയറിഷ് ആകാനായിട്ടാണ് നാളെ പ്രോബിലിറ്റി. റൈറ്റ്, നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയെന്നുള്ളത്. റൈറ്റ്, ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിലോ ബുള്ളിഷ് ആണെങ്കിൽ 13,984, അതായത് പ്രീവിയസ് ഹൈക്ക് മുകളിൽ പോകണം. ഇനി ബെയർ സൈഡിലേക്കാണെങ്കിലോ നമുക്ക് ഈ ഒരു സെർട്ടൻ ലോ എങ്കിലും ബ്രേക്ക് ചെയ്യണം. 13,854. നാളെ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് അത്രയ്ക്ക് വലിയൊരു പ്രോബിലിറ്റി ഇല്ല. സോ നമുക്ക് ഇത്തരത്തിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇന്ന് മിഡിൽ ലെറ്റ്സ് സെൻസെക്സിൽ നമുക്കിന്ന് കുഴപ്പമില്ല ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. താനും സ്റ്റോക്സിൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ട്. സിആർ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് നിഫ്റ്റിയുടെ ട്രേഡ് ആയിരുന്നു, രാവിലെ അസറായിരുന്നു ലൈവിൽ ഉണ്ടായിരുന്നത്. അസർ ഇന്ന് നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1% ടാർഗറ്റ് 1 ഹിറ്റ്, ടാർഗറ്റ് 2ഉം ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് 253 നിന്ന് കയറിയിട്ട് 300-ലധികം പോയിന്റ്സ്, ഓൾമോസ്റ്റ് ലെറ്റ്സ് ഒരു 50+ പോയിന്റ്സ് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഇനി നമ്മൾ സെൻസെക്സ് നോക്കുമ്പോഴത്തേക്ക് എന്താ വളരെ സിമ്പിളാ, 78,437 താഴെ വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഒരു പ്രോപ്പർ ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ഇതല്ലേ, ഒരു പ്രോപ്പർ ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ടോപ്പിൽ നിന്ന് ഇവിടം വരെ നമുക്ക് ഫോൾ ആയിട്ടുണ്ട് ഇല്ലേ, ബെറ്റർ ഈ ലോ വരെ എടുക്കാന്നേ. അപ്പോൾ എല്ലാം ഒരു ബെയറി സെന്റിമെന്റ്സ് കാണിക്കുന്നുണ്ട്. 77,723 വരെ ഫോൾ ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഏതാണ് നമ്മളുടെ സെൻസെക്സ്. ഈ സ്ക്രീൻഷോട്ട്സ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന സ്ക്രീൻഷോട്ട്സ് എല്ലാം നമ്മളുടെ പ്രീമിയം, നമ്മളുടെ ലെറ്റ്സ് ടെലഗ്രാം ചാനൽ, ഫ്രീ ടെലഗ്രാം ചാനൽ ഞാൻ ചെയ്തുതരാം. പ്രീമിയത്തിലല്ല, ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമ്മളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് സിആർ നമ്മളുടെ നാളത്തേക്കുള്ള സ്റ്റോക്സ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാ. പക്ഷെ ഞാനത് നമ്മളുടെ ഗ്രൂപ്പിലേക്കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹിന്ദാൽക്കോ നോക്കുകയാണ് സിആർ. ഹിന്ദാൽക്കോ ഡെയിലി ടൈം ഫ്രെയിമിലാണ്, ബുള്ളിഷ് വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് സ്റ്റോക്സുകൾ ബുള്ളി സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1029 മുകളിലേക്കൊക്കെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അതേസമയം അദാനി ഗ്രീൻ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇതെന്തായാലും നല്ലൊരു മൂവ്മെന്റ് തരുന്നുണ്ട്. അദാനി ഗ്രീൻ എനർജി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും. CG പവറും കുഴപ്പമില്ല. ഇതൊക്കെ വാർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സ്, അതാണ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത്. വാർ കടുക്കും തോറും ഇതൊക്കെ ഒരു ബുള്ളി സൈഡിലേക്ക് കാണാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു പ്രിയാം പോസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട്, അറിവോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ മാർക്കറ്റിനെ പറ്റി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ഈ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് ക്ലാരിറ്റിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ലൈവിൽ കാണാവുന്നതാണ്. ഡോണ്ട് മിസ് ദ ലൈവ്. സോ സീ യു ദേർ.